my dear friends, welcome to Kichus PSC. ഇന്ന് നമ്മൾ കിച്ചൂസ് PSCയിലെ വോയിസ് ഓഫ് SCRTയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് താപമൊഴുകുന്ന വഴികൾ എന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികശാസ്ത്രം കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. 5, 6, 7 ക്ലാസ്സുകളിലെ ഭൗതികശാസ്ത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയിലെത്തിയല്ലേ. ഇനി ഒരു ഏകദേശം നമ്മളൊരു 50 ദിവസത്തെ ഒരു ചാലഞ്ച് കൂടെ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഈ ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ SCRT അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു കോഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു 50 ദിവസം കൊണ്ട് നിങ്ങൾ എൻ്റെ കൂടാൻ തയ്യാറാണെങ്കിൽ 50 ദിവസം കൊണ്ട് നമുക്ക് SCRT കംപ്ലീറ്റ് ആയിട്ട് LGS എക്സാമിന് മുന്നേ തന്നെ SCRT നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേ. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 5, 6, 7 ക്ലാസ്സുകളിലെ SCRT ആണ് എടുക്കുന്നത്. എങ്കിൽ കൂടി 5ലെ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞിട്ടല്ല നമ്മൾ 6ലേക്ക് പോകുന്നത്. എങ്ങനെയാണ്? ഓരോന്നും പാർട്ടാക്കി തിരിച്ചുകൊണ്ടായിരിക്കും. അതായത് ആദ്യം 5, 6, 7 ക്ലാസ്സുകളിലെ ബയോളജി, അതുപോലെ പിന്നെ 5, 6, 7 ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം, പിന്നീട് രസതന്ത്രം, അതുപോലെ തന്നെയായിരിക്കും ഇനി നമ്മൾ ജിയോഗ്രഫിയും അതുപോലെ ഹിസ്റ്ററിയും എടുക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ച നഷ്ടപ്പെടുത്താതെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എത്താൻ സാധിക്കും അല്ലേ. നമുക്കറിയാം 5ൻ്റെ ബയോളജിയുടെ ബാക്കി പാർട്ടായിട്ടാണ് നമ്മൾ 7ാം ക്ലാസ്സിലെ ബയോളജി വരുന്നത്, 6ാം ക്ലാസ്സിലെ ബയോളജി വരുന്നത്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ രസതന്ത്രത്തിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നമുക്ക് 7ാം ക്ലാസ്സിലെ രസതന്ത്രം വരുന്നത്. അപ്പം നമുക്കതിന് തുടർച്ച നഷ്ടപ്പെടുത്താതെ ക്ലാസ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവർ ദയവായി ആ ക്ലാസ്സുകൾ കൂടെ കാണുക കേട്ടോ. ഞാൻ ജീവശാസ്ത്രം കഴിഞ്ഞിട്ടുണ്ട്. 5, 6, 7 ക്ലാസ്സുകളിലെ ജീവശാസ്ത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭൗതികശാസ്ത്രം ഇപ്പോൾ ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ആവുകയാണ്. നാളെ മുതൽ നമുക്ക് രസതന്ത്രം തുടങ്ങുക കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് താപമൊഴുകുന്ന വഴികൾ. ഈ ഒരു ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഒന്ന് കാര്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവാം. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിന് പറയുന്ന പേരാണ് താപപ്രേഷണം. എന്താണ്? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിന് പറയുന്ന പേരാണ് താപപ്രേഷണം. മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമല്ലാതെ ചൂട് പിടിച്ച് തന്മാത്രയിൽ നിന്ന് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമല്ല ഇവിടെ നടക്കുന്നത്. എന്താണ്? തൊട്ടടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് സുചാലകങ്ങൾ എന്ന് പറയാം. എന്താണ്? ചാലനം വഴി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് സുചാലകങ്ങൾ എന്ന് പറയാം. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. വാതകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വാതകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടും. ഇവിടെ എന്താ സംഭവിക്കണേ? തന്മാത്രകളുടെ സ്ഥാനമാറ്റമാണ് അല്ലേ. സംവഹനത്തിൽ വരുന്നത് സ്ഥാനമാറ്റമാണ്. മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സംവഹനം. ദ്രാവകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാ? സംവഹനം. അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനമാണ്. ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം. ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ ഖരവസ്തുക്കൾ സങ്കോചിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ ഖരവസ്തുക്കൾ സങ്കോചിക്കുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴേക്കെത്തുന്ന രീതിയാണ് വികിരണം. എന്താണ്? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്നും താപം താഴെ എത്തുന്ന രീതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വികിരണമാണ് അല്ലേ.
തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതിന് കാരണം വികിരണമാണ്. തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതിന് കാരണം വികിരണം. താപം ലഭിക്കുമ്പോൾ ദ്രാവകത്തിന് സംഭവിക്കുന്ന വികാസമാണ് അല്ലേ? താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു. തണുക്കുമ്പോൾ ദ്രാവകങ്ങൾ സങ്കോചിക്കുന്നു. തണുക്കുമ്പോൾ ദ്രാവകങ്ങൾ സങ്കോചിക്കുന്നു. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. എന്താണ്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. വാതകങ്ങൾക്ക് താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു. വാതകങ്ങൾക്ക് താപം ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വികസിക്കുന്നു. വാതകങ്ങൾ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. വാതകങ്ങളും തണുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സങ്കോചിക്കുന്നു. അപ്പോൾ ഖരവും വാതകവും നമ്മൾ നോക്കി. എന്താണ് സംഭവിക്കുന്നത്? താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും പിന്നെ തണുക്കുമ്പോൾ അവ സങ്കോചിക്കുകയും ചെയ്യുന്നു. പകൽ സമയം കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ്. എന്താണ്? പകൽ സമയം കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ്. രാത്രിയിൽ കരയ്ക്ക് മുകളിലുള്ള ചൂട് കുറഞ്ഞ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുന്നതാണ് കരക്കാറ്റ്. എന്താണ്? രാത്രിയിൽ കരയ്ക്ക് മുകളിലുള്ള ചൂട് കുറഞ്ഞ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുന്നതാണ് കരക്കാറ്റ്. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് എവിടെയാണ്? അത് ഭൂമധ്യരേഖയിലാണ് അല്ലേ? സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖയിലാണ്. ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്ന മാസങ്ങളാണ് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ. ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്ന മാസങ്ങളാണ് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ. കടൽക്കാറ്റും കരക്കാറ്റും നന്നായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് തീരപ്രദേശം. കടൽക്കാറ്റും കരക്കാറ്റും നന്നായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് തീരപ്രദേശം. അപ്പോൾ കടൽക്കാറ്റുണ്ടാകുന്നത് പകൽ സമയത്തും കരക്കാറ്റുണ്ടാകുന്നത് രാത്രി സമയങ്ങളിലുമാണ്. കര രാത്രി, കടൽ പകൽ. കടൽക്കാറ്റ് പകൽ സമയത്തും. ശരി. ഉച്ച സമയത്ത് കുളത്തിൻ്റെ അടിഭാഗത്തെ വെള്ളം മുകൾ ഭാഗത്തെ വെള്ളത്തേക്കാൾ തണുത്തിരിക്കും. എന്തുകൊണ്ടാണ്? ഉച്ച സമയങ്ങളിലൊക്കെ കുളത്തിൻ്റെ അടിഭാഗത്തെ വെള്ളം മുകൾ ഭാഗത്തേക്കാൾ തണുത്തിട്ടിരിക്കും. എന്തുകൊണ്ട്? ജലം താപത്തെ മുകളിൽ നിന്നും താഴേക്ക് കടത്തിവിടുന്നില്ല. ജലം താപത്തെ മുകളിൽ നിന്നും താഴേക്ക് കടത്തിവിടുന്നില്ല. ഒരു സുചാലകമാണ് ഇരുമ്പ്. ഒരു സുചാലകമാണ് ഇരുമ്പ്. ഒരു കുചാലകമാണ് തടി. ഒരു കുചാലകമാണ് തടി. അതത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഭൗതികശാസ്ത്രം കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.